ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. വേറെ ഒന്നുമല്ല, വീടിൻ്റെ ടെറസിൽ നിറയെ പായലുണ്ട്. അപ്പോൾ ആ പായലൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ പ്രൂഫിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഇതുവരെ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല, ഏത് സൊല്യൂഷൻ ചെയ്യണമെന്നുള്ള കാര്യം. ഏഷ്യൻ്റെ ഉണ്ട്, ഡോക്ടർ ഫിക്സിറ്റ് ഉണ്ട്, ഫൊറോസ്കോ, അങ്ങനെ ഒരുപാട് ടൈപ്പുണ്ട്. അപ്പോൾ ഒത്തിരി ഒന്ന് അന്വേഷിച്ചിട്ട് ഏതാ ബെറ്ററെന്ന്, അത് നമ്മുടെ പിന്നെ പോക്കറ്റ്, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് നോക്കിയിട്ട് ഞാൻ അതും കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ടെറസ് വാഷ് ചെയ്തിട്ടേക്കുന്നതാണ്. പിന്നെ അതെ, ഇത് വാഷ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇത്രയും വാഷ് ചെയ്യാനുള്ളതാണ്. ഇതിപ്പോൾ കുറേ വർഷങ്ങളായി, കുറേ വർഷം എന്ന് പറയാം, വീട് വെച്ചിട്ട് 7 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇത് വാഷ് ചെയ്യാനായിട്ട് ഏകദേശം ഞാൻ അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം വാഷ് ചെയ്തു. വാഷ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ചിലയിടത്തുണ്ടല്ലേ നമ്മളെ ഈ മണൽ ഇതുപോലെ ഇളകി വരും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഈ കുഴി പോലെയൊക്കെ കാണുന്നില്ലേ, ഇവിടെയൊക്കെ നല്ല കട്ടിക്ക് പായൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. ഈ കാണുന്നുണ്ട്, ഇവിടെയൊക്കെയാണ് ഇതുപോലെ. എനിക്കെന്നാൽ അബദ്ധം പറ്റിയതാണ്. അതായത് ഫസ്റ്റ് ടൈം വാഷ് ചെയ്യുമ്പോൾ തന്നെ ഈ വാട്ടർ പ്രൂഫിങ് കൂടെ ഒന്ന് ചെയ്യണമായിരുന്നു. ഞാനൊന്ന് അതങ്ങ് വിട്ട് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്ത് തറ ഇങ്ങനെയായി. പക്ഷേ ഇവിടെയൊക്കെ പ്ലെയിനായിട്ട് കിടക്കുന്നിടത്തൊന്നും കുഴപ്പമില്ല. ഈ സാധാ പായലാണ്, ഇത് കുഴപ്പമില്ല, ഇത് പെട്ടെന്ന് അടിച്ചാൽ പോകും. പക്ഷേ ഇത് നമ്മുടെ നല്ല കട്ടിയുള്ള ഈ ഒരു പായലാണ്, അത് പോകാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, പിന്നെ ഞങ്ങളിത് ചെയ്യുന്ന സമയത്ത് മഴ നമുക്ക് മാറി നിൽക്കുന്നൊരു സമയം വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് മഴ ഇപ്പോഴും നമുക്കങ്ങനെ കാലാവസ്ഥ പ്രവചിക്കാൻ പറ്റത്തില്ല. എന്നാലും മഴ തീരുന്നു എന്നൊരു ഘട്ടം വരുന്ന സമയത്ത്, നല്ല നനവിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് പ്രഷർ വാഷ് ചെയ്താൽ കുറേയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതൊരു പ്രഷർ വാഷർ ഞാൻ വാടകയ്ക്ക് എടുത്തതാണ്. ഈ എഴുതിയിരിക്കുന്ന 240 പറ, അത് കണക്കാക്കണ്ട, കാര്യം അത്രയ്ക്ക് പ്രഷറൊന്നുമില്ല. ഇവിടെ ഒരു 165 ബാർ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഇതിൻ്റെ പ്രഷർ. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഇൻലെറ്റ് ഹോസ് കൊടുക്കുമ്പോൾ നമ്മളെ വീട്ടിലെ ടാപ്പിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ ടാപ്പിന് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തുറന്ന് വിട്ടേക്കണം. കാരണം ഈ ഹോസിനകത്ത് എയർ ഉണ്ടാവും. അതെല്ലാം പോയി കഴിഞ്ഞ് ഫുള്ള് നല്ല പ്രഷറിൽ വെള്ളം വന്നതിന് ശേഷം മാത്രം ഇത് കയറ്റുക. ഇല്ലെന്നുണ്ടെങ്കിൽ കാര്യം ഇതിൽ പ്രഷർ ബിൽഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഓൺ ചെയ്യുമ്പോൾ അതെ പ്രഷർ നോക്കിക്കോളൂ. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇതിന്. നല്ല പ്രഷറൊക്കെ ഉണ്ട്. അത് ഈ പായലൊക്കെ വാഷ് ചെയ്യാനെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പോകാൻ പാടുള്ള അപ്പോൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് പ്രൂഫിങ് ചെയ്യണമെന്നുള്ള കാര്യം ഇതൊരു തീരുമാനമായിട്ടില്ല. അതിനെക്കുറിച്ച് നല്ലവണ്ണം അന്വേഷിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൂഫിങ് മെറ്റീരിയൽ വാങ്ങിയിട്ട് ഇത് ചെയ്യാം. അന്നേരം അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇതിപ്പോൾ കുറച്ച് ദിവസത്തെ പണിയാണ്. അതായത് ഇന്നൊരു ദിവസം കൊണ്ട് ഇത് വാഷ് ചെയ്ത് തീർക്കണം. കാര്യം ഞാൻ പറഞ്ഞു, ഇത് 600 രൂപ വാടകയാണ് ഈ സാധനത്തിന്. അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് ഇത് വാഷ് ചെയ്താൽ നമുക്ക് അത്രയും ലാഭമായി. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം കൂടെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്നത് മൊത്തം നിന്ന് വാഷ് ചെയ്യുകയാണ്. വാഷ് ചെയ്യുമ്പോൾ വളരെ പയ്യെന്ന് വാഷ് ചെയ്താൽ മതി. ഒരു അരമണിക്കൂർ വാഷ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ വാഷ് ചെയ്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ മെഷീന് ഒരു റെസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ ഏത് വേണമെന്നുള്ള കൺഫ്യൂഷൻ മാറി. മെറ്റീരിയൽ ഞാൻ എടുത്തത് ഫോസ്റോക്ക് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. അപ്പോൾ ഫോസ്റോക്കിൻ്റെ ബ്രഷ് ബോണ്ട് റൂഫ് ഗാർഡ് എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് 3 കളറാണ്. ഇത് ഈ കമ്പനി എന്ന് പറയുന്നത്, ഇത് നമ്മുടെ സ്വിമ്മിംഗ് പൂള് അതുപോലുള്ള വലിയ അതായത് ലാർജ് എമൗണ്ടിൽ വെള്ളം കെട്ടി നിർത്തുന്ന മിക്ക സംഭവങ്ങളും ലീക്ക് പ്രൂഫ് ചെയ്യുന്നത് ഈ കമ്പനിയുടെ മെറ്റീരിയൽ കൊണ്ടാണ്. അപ്പോൾ ഇവർ റൂഫിന് വേണ്ടി മാത്രം നിർമ്മിക്കുന്ന ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള പെയിൻറ്റ് കമ്പനികൾക്കൊക്കെ ഉണ്ട്, എന്നിരുന്നാലും ഇത് എത്രത്തോളം ഫലവത്താവുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നമുക്ക് ഫുള്ള് ഗ്യാരൻറ്റി ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊമോഷനൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ അന്വേഷിച്ചിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ, ഇതിനേക്കാളും ബെസ്റ്റായിട്ടുള്ള മെറ്റീരിയൽ കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിച്ചടിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ അതായത് ഇതിൻ്റെ ക്രാക്ക് ഫില്ലറാണ്. ക്രാക്ക് ഫില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 കിലോയ്ക്ക് 150 രൂപ, അപ്പോൾ ഒരു 125 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണിത്. ഇപ്പോൾ ഒരുപാട് ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ അധികം വാങ്ങുക. ഇപ്പോൾ ഒരു 10 കിലോയെങ്കിലും വാങ്ങി വയ്ക്കുക. എന്നിട്ട് ക്രാക്കെല്ലാം ഫില്ല് ചെയ്യുക, നല്ലോണം വാഷ് ചെയ്തിട്ട് ക്രാക്ക് ഫില്ല് ചെയ്യുക. അതിന് ശേഷം മാത്രം ഇത് അടിക്കുക.
അപ്പോൾ അത് വാഷ് ചെയ്യുന്ന സമയത്ത് വാഷ് ചെയ്ത് അടുത്ത ദിവസം ഇത് അടിക്കുന്ന സമയത്ത് നല്ലോണം ഡ്രൈ ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലേശം ഒന്ന് വെള്ളം കുടയുക, എന്നാലേ ഈ പ്രൈമർ അടിക്കുമ്പോഴത്തേക്ക് ഇത് പിടിക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രഷൊക്കെ ഓടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ നിങ്ങൾ അടിക്കുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. കാര്യം എന്തായാലും വെള്ളം ഒരുവിധം പിടിച്ച് കിടക്കിയിരിക്കും റൂഫിൻ്റെ മുകളിൽ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മൊത്തം കാണുക. ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഇത് ടൈറ്റ് സീൽ ചെയ്ത് വരുന്ന സാധനമാണ്. ഇതിൻ്റെ ലോക്ക് ഒട്ടിക്കാത്ത ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾക്കിത് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലെയിൻ കോട്ട് അടിക്കുക. പ്ലെയിൻ കോട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലോണം വെള്ളം ചേർത്ത് ലൂസാക്കണം. അപ്പോൾ ഒരു 20 ലിറ്റർ ഉണ്ടെങ്കിൽ ഒരു 32 ലിറ്ററെങ്കിലും നമുക്ക് ആക്കിയെടുക്കണം. അത്രയ്ക്ക് വെള്ളം ചേർക്കണം. നമുക്കത്രയും ആവശ്യമുണ്ടെങ്കിൽ കലക്കിയാൽ മതി കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 10 ലിറ്റർ പ്രൈമറിന് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ 10 ലിറ്റർ മാത്രം കലക്കിയാൽ മതി. എത്ര ആവശ്യമുണ്ടോ അത്ര എടുത്ത് മാത്രമേ കലക്കാവുള്ളൂ. എല്ലാം കൂടെ കലക്കരുത്, കുറേശ്ശെ കലക്കിയെടുത്താൽ മതി. അത് കുഴപ്പമില്ല. നിങ്ങൾ പല സമയത്ത് കലക്കുന്ന ഇതിൽ വെള്ളത്തിൻ്റെ വ്യത്യാസങ്ങളും വന്നാലും കുഴപ്പമില്ല. കുറച്ച് മെറ്റീരിയൽ കൂടെ ആഡ് ചെയ്ത് വേണമെങ്കിൽ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രൈം കോട്ടിന് എടുക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ബ്രഷിന് അടിക്കാൻ വേണ്ടി മാക്സിമം ലൂസാക്കി എടുക്കുക. ഒരു പ്രൈമറിൻ്റെ ലൂസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്രയ്ക്ക് മാക്സിമം ലൂസാക്കി എടുക്കുക. എന്നാലേ ഇത് നമുക്ക് പ്രൈം കോട്ട് നല്ലോണം അടിക്കാൻ പറ്റും. കട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും ഇതിൻ്റെ ഹോൾസിലൊന്നും നമുക്ക് പെയിൻറ്റ് അടിച്ചെത്തിക്കാൻ പറ്റത്തില്ല കട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒന്ന് ലൂസാക്കുക. എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വെള്ളം ചേർക്കാൻ പാടില്ല. പറയാം, ഒരു 10 ലിറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ലിറ്റർ വെള്ളം ചേർത്ത് വെക്കുക. അപ്പോൾ ലൂസ് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ബ്രഷിന് പൊക്കെ വെക്കുമ്പോൾ തുള്ളി നല്ല രീതിക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈസ് മതിയാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രൈം കോട്ട്. അല്ലാതെ വേറെ പ്രൈമറൊന്നും അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ടെറസ് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലോണം തൂത്തുകളയുക. ഒരു പൊടി പോലും കാണരുത്, ഒന്നും കാണരുത്. എന്നാലും നമുക്കിതിൻ്റെ 100% എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാം നല്ലോണം വൃത്തിയാക്കുക. മൊത്തം ചുരണ്ടാനുണ്ടെങ്കിൽ ചുരണ്ടിയൊക്കെ കളയുക. ചിലപ്പോൾ ഈ ചെറിയ സിമെൻറ്റിൻ്റെ പാർട്ടികൾ ഇതുപോലെയൊക്കെ കാണും, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പൊങ്ങിയൊക്കെ വയ്ക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞ് ഒന്ന് ഫ്ലാറ്റാക്കി എടുക്കുക. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് അതും ഇളകി വരികയാണെങ്കിൽ അത്രയും സ്ഥലത്ത് ഇത് പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഇളക്കി കളഞ്ഞ് നല്ലോണം വൃത്തിയാക്കുക. എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് നമുക്ക് വാഷ് ചെയ്യാം. പിന്നെ കമ്പനി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഗ്ലൗസ് ഇട്ടൊക്കെ കലക്കാവുള്ളതാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചൂടോ അങ്ങനെ തണുപ്പോ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമുള്ളൊരു മെറ്റീരിയൽ അല്ല. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ 2 ബക്കറ്റ് ഉണ്ടെങ്കിൽ 2 ബക്കറ്റിലായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് മിക്സ് ചെയ്ത് അടിക്കുക. നമുക്ക് പ്രൈം കോട്ട് എത്ര വേണമെന്ന് അറിയാൻ പറ്റത്തില്ല. മൊത്തം മെറ്റീരിയലും കൂടെ എടുത്ത് പ്രൈം കോട്ടിന് വേണ്ടി കലക്കരുത് ഒരു കാരണവശാലും. അത് ലൂസാക്കി ഇത്ര നല്ല ലൂസാക്കിയിട്ട് നല്ലോണം ബ്രഷിന് എല്ലാ ഏരിയയും കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ നല്ലോണം മുക്കി അടിക്കുക. ഇത് ബ്രഷിനെ അടിക്കാൻ പറ്റുള്ളൂ, റോളറിന് അടിക്കാൻ പറ്റത്തില്ല. ബ്രഷ് ബോണ്ടെന്നാണ് പറയുന്നത്. റോളറിന് അടിക്കാനൊക്കെ പറ്റും. റോളറിന് അടിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ബലം കിട്ടത്തില്ല, അത്രയുള്ള പ്രശ്നം. അപ്പം കഴിവിൻ്റെ പരമാവധി ബ്രഷിന് തന്നെ അടിക്കുക. അപ്പം ബ്രഷിനടിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ്. തറയിലിരുന്ന് ഒരുപാട് ഏരിയ അടിക്കുമ്പോഴത്തേക്ക് കുറേ സമയം പിടിക്കും, നടുവഴയ്ക്കും, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഷാജിയെ നിന്ന് തകർത്തടിക്കാൻ. ഇതിപ്പോൾ 3ാമത്തെ കോട്ടാണ്. 3ാമത്തെ കോട്ട് അടിക്കുന്നത്. ഇന്ന് 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട് സഹായിക്കാൻ. ഒറ്റയ്ക്ക് അടിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഒരു 10,500 സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നമ്മളെ ബ്രഷിന് ഏകദേശം ഒരു അര മീറ്റർ പോലും നീക്കണ്ട, ഒരു 30 സെൻറ്റിമീറ്റർ നീക്കിയാൽ മതി. കൂടുതൽ നമ്മൾ നീക്കി കളയേണ്ട കാര്യമില്ല. കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്രാക്കെല്ലാം ഫില്ലാവണം. ഇത് 3ാമത്തെ കോട്ടാണ് ഈ സൈഡിൽ. കാര്യം ഇവിടെ ഒരു ചെറിയൊരു ലീക്കിൻ്റെ ഇത് കണ്ടായിരുന്നു ഒരിക്കൽ മഴ പെയ്ത സമയത്ത്. അതുകൊണ്ടാണ് ഇവിടെ 3ാമത്തെ കോട്ട് കൊണ്ട് അടിക്കുന്നത്. കമ്പനി 3 കോട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്കൊരു 2 കോട്ട് അടിച്ചാൽ മതിയാവും. 2 കോട്ടിൽ നമ്മൾ നിൽക്കും. കാര്യം ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ബ്രഷ് അധികം തൂക്കാൻ വേണ്ട. നമുക്ക് ബ്രഷിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷ് അടിക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് കുറച്ച് മാത്രം ഈ ലോഡ് കയറ്റിയിട്ടും അടിക്കാൻ പറ്റും.
അല്ലെന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ ഇത് കയറ്റിയിട്ട് പെയിൻറ്റ് കയറ്റിയിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് വെള്ളമൊന്നും ചേർക്കാത്ത അത്ര കട്ടിയുള്ള മെറ്റീരിയലാണ്. ആ മെറ്റീരിയൽ അതേ കണക്ക് മുക്കിയിട്ട് അടിക്കുന്നതാണ്. അതാ ഇവിടെ ഒരാളിരുന്ന് തൂക്കുന്നില്ലേ, അത് നമ്മുടെ അനിയച്ചാരാണ്. അവനും കൂടെ ഇരുന്ന് തൂക്കണം. അവൻ ചുമ്മാ ഇരുന്ന് തൂക്കുന്നത്. നമ്മൾ മാക്സിമം അടിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഹോളെല്ലാം ഫില്ല് ചെയ്തിട്ട് അടിക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് റോളറിന് അടിക്കാം, പക്ഷേ കമ്പനി ഇത് ബ്രഷ് ബോണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ബ്രഷിന് തന്നെ അടിക്കണം. ഇദ്ദേഹം അടിച്ച് തളർന്നിരിക്കുകയാണ്. ഓരോരുത്തരും നമ്മളെ നടുവൊക്കെ എല്ലാം കഴച്ചുണ്ടല്ലോ, നല്ല ശക്തിയായൊരു വേദനയാണ്. അതുകൊണ്ട് ആളിനെ നിർത്തിയിട്ട് വേണമെങ്കിലും അടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ വീട് നമ്മുടെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ നിന്നിട്ട് അടിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഇതേപോലെ പെയിൻ്റ് അടിക്കുന്ന വർക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടെ നിന്ന് നല്ല ശക്തിക്ക് അടിച്ചു തരും. ഇതൊരു 1.5 ഐറ്റമാണ്. ഇതെന്ന് പറഞ്ഞാൽ UV റെസിസ്റ്റൻ്റ് ആണ്, ബ്രഷബിളാണ്, പിന്നെ അലോസ് ഫുഡ് ട്രാഫിക്, ബ്രീത്തബിളാണ്, ക്രാക്ക് ബ്രിഡ്ജിങ് ആണ്. അപ്പോൾ ക്രാക്ക് ബ്രിഡ്ജിങ് എന്ന് പറയുമ്പോൾ ക്രാക്ക് ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതും കൂടെ ഒന്ന് എക്സ്പാൻഡ് ആയി കൊടുക്കും. പിന്നെ വേറൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് അവൈലബിൾ ആയിട്ടുള്ള കളർ കണ്ടോ, 3 കളറുണ്ട്. ഞാൻ വൈറ്റാണ് എടുത്തത്. വൈറ്റ് കുറച്ച് നമ്മുടെ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് അകത്ത് അത്ര ചൂട് അനുഭവപ്പെടത്തില്ല ടെറസിനകത്ത്, വീടിനകത്ത്. അപ്പോൾ അതുകൊണ്ട് വൈറ്റാണ് ഞാൻ എടുത്തത്. ഇല്ലെങ്കിൽ കളറ് വൈറ്റ് വേണമെന്നുള്ളവർക്ക് ഗ്രേ എടുക്കാം, ഇല്ലെങ്കിൽ ടെറാക്കോട്ട എടുക്കാം. ടെറാക്കോട്ട നല്ലൊരു കളറാണ് കേട്ടോ. ഇത് ഇതുപോലെ ഇരിക്കും. അത് ഇതിൽ പടം കൊടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഇരിക്കും. സൂപ്പർ ഒരു കളറാണ്. അപ്പോൾ എൻ്റെ ടെറസ് 1200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. എനിക്കിതിന് ചിലവായത് ഏകദേശം 23,000 രൂപയാണ് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഒരുപാട് ക്രാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ക്രാക്ക് ഫില്ലർ വെച്ച് ഫില്ല് ചെയ്തതാണ്. കാണാൻ കഴിയും. ഇത് ക്രാക്ക് ഫില്ലർ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് അടിച്ചതാണ്. ഇവിടെയൊക്കെ കുറച്ച് ക്രാക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ഇത് അടിക്കുന്ന സമയത്ത് ഇവിടുന്ന് നമ്മുടെ ചുവരിലോട്ട് ഏകദേശം ഒരു ബ്രഷിൻ്റെ വലുപ്പത്തിന് കയറ്റി അടിച്ചു കൊടുക്കണം. ഈ ഗ്രൂവെല്ലാം നല്ലോണം ഫില്ല് ചെയ്ത് കയറ്റി അടിക്കണം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കോട്ട് ഇത് ഇങ്ങനെയാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ രീതിക്കാണ് അടിക്കുന്നത്. സെക്കൻഡ് കോട്ട് ഇങ്ങനെ അടിക്കണം, തിരിച്ചടിക്കണം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കോട്ട് ഇങ്ങനെ അടിച്ചാൽ സെക്കൻഡ് കോട്ട് ഇങ്ങനെ അടിക്കണം, തേർഡ് കോട്ട് തിരിച്ചടിച്ചു കൊടുക്കണം, ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അതായത് ക്രോസ് ആയിട്ടേ അടിക്കാവുള്ളൂ. അപ്പം എന്നാലേ ഇതിനൊരു ഉപകാരം വരുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരുവിധമുള്ള ക്രാക്കുകളെല്ലാം ഫില്ലായി പോവും. ഇവിടെയൊക്കെ നല്ല കുഴികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ വലിയ കുഴികളൊക്കെ അതുപോലെ ഉണ്ട്. അത് പിന്നെ ഇത് 3ാമത്തെ കോട്ട് അടിക്കണം. ഇത് 2 കോട്ടേ അടിച്ചിട്ടുള്ളൂ. കാര്യം എനിക്ക് അധികം ലീക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 കോട്ട് മതി. നല്ല ലീക്ക് ഉണ്ടെങ്കിൽ 3 കോട്ട് അടിക്കണം. 3 കോട്ട് അടിക്കുമ്പോൾ ഒരുപാട് മെറ്റീരിയൽ ആവശ്യം വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, കമ്പനി പറഞ്ഞേക്കുന്നത് 11 സ്ക്വയർ ഫീറ്റ് 12 സ്ക്വയർ ഫീറ്റേ 1 ലിറ്ററിന് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടെറസ് നിങ്ങൾ അളന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ മെറ്റീരിയൽ എടുക്കണം. ഇപ്പോൾ 2 കോട്ടാണെങ്കിൽ 2 കോട്ട്, 3 കോട്ടാണെങ്കിൽ 3 കോട്ട്. ഒരുപാട് ലീക്ക് ഉണ്ടെങ്കിൽ 3 കോട്ടാണ് നല്ലത്.